വെൽക്കം ടു മൈ വ്ലോഗ്. ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണേ. അനുവാവിടെ ബർത്ത്ഡേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുങ്ങാന്ന് വിചാരിച്ചു. ഒരു നാടൻ ലുക്ക് പിടിക്കാമെന്ന് വെച്ചിട്ട് മമ്മിയുടെ ഒരു സാരി എടുത്തു. ഞാനതൊരു റെഡ് ബ്ലൗസായിട്ട് പെയർ ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ളത് എൻ്റെ താലിമാലയാണ്. അത് ഞാനൊരു സിമ്പിൾ ചെയിനിലിട്ടേക്കുന്ന മാലയാണേ. അതിനുശേഷം എൻ്റെ കയ്യിലുള്ള ഒരു സൺസ്ക്രീമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സൺസ്ക്രീം അപ്ലൈ ചെയ്തു. അത് നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ പോൺസിൻ്റെ പൗഡർ ഇട്ട് സെറ്റായി. ഇപ്പം പണ്ട് നമ്മൾ പറയത്തില്ല ക്രീമും പൗഡർ ഇടുമ്പോൾ സെറ്റാവുമെന്ന്, ഞാൻ ആ ഒരു ഐഡിയ ഫോളോ ചെയ്തേ ഗൈസ്. പിന്നെ ലിപ്സ്റ്റിക്ക് മസ്റ്റാണ് ഗൈസ്. അത് റെഡ് കളറാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അങ്ങനെ റെഡ് കളറിലൊരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അപ്ലൈ ചെയ്തു. അപ്പം തന്നെ പൊട്ട് വെച്ചാൽ പിന്നെ സെറ്റാണ്. നോക്കിയേ ഗൈസ്, ഞാൻ സുന്ദരിയായിട്ടില്ലേ? അടുത്തത് ഞാൻ കരി എടുത്ത് ഗൈസ്. അപ്പം ഞാൻ കരി ആദ്യം സ്റ്റിക്കിൽ നിന്ന് കയ്യിലെടുത്ത് എഴുതാന്നാണ് വെച്ചത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് എൻ്റെ കണ്ണിനകത്ത് കരി കാണുന്നില്ലായിരുന്നു. പിന്നെയും ഞാനത് സ്റ്റിക്ക് എടുത്ത് നല്ലോണം ഇരുന്ന് എഴുതി. എനിക്ക് എന്തോ നമ്മുടെ ഒരു തൃപ്തി വന്നില്ല. പിന്നെയും കുറേ എഴുതി അപ്പോഴത്തേക്ക് എനിക്കൊരു തൃപ്തി കിട്ടി. പിന്നെ ഞാൻ മുടി ചീകിലോട്ട് പോയി ഗൈസ്. മുടി മൊത്തം അടക്കായിരുന്നു. പിന്നെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മുടിയൊക്കെ ആദ്യം അഴിച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വാച്ച്. അപ്പം ഞാനൊരു കയ്യിൽ വാച്ച് എടുത്ത് കെട്ടി. അതിനുശേഷം ഞാൻ വളയെല്ലാം ഒരു നാടൻ ലുക്കാണ്. അപ്പം ഞാൻ വെച്ചു ഗോൾഡ് കളറിലെല്ലാം പെയർ ചെയ്യാമെന്ന്. അങ്ങനെ 2 വള എടുത്തിട്ടു. പിന്നെ കമ്മൽ എപ്പോഴും എനിക്കൊരു വീക്ക്നെസ് ആണ് ഗൈസ്. നല്ലൊരു ജിമിക്കയൊക്കെ എടുത്തിട്ടു. അങ്ങനെ നാടൻ ലുക്കിന് പറ്റിയത് എനിക്ക് തോന്നിയ ആ ജിമിക്കയാണെന്ന്. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കുകയാണ് ഗൈസ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് മോതിരം ഇടാമെന്ന്. അപ്പോൾ ഞാനൊരു 3 മോതിരം എടുത്ത് വെച്ചു. 3 മോതിരം ഇട്ടു. ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ പിന്നെ മുടി ജസ്റ്റ് 2 സൈഡ് ക്ലിപ്പിട്ടു. പിന്നെ 1-2 ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ ഞാൻ മൊത്തത്തിൽ എൻ്റെ ലുക്കൊക്കെ ഒന്ന് നോക്കി. ഗൈസ്, നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായെന്ന്